ഇന്ന് ഞാൻ എന്റെ കോലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അലപ്രാഞ്ചി കോലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നേരെ ജിമ്മിൽ നിന്ന് വരണ വഴി ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ക്ഷമയില്ല. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഇവിടെ നിന്ന് കുറച്ച് മണം ഇങ്ങനെ അടിച്ചപ്പോ ഞാൻ വിചാരിച്ചു പിന്നെ നേരെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ നമുക്ക് കുളിയൊക്കെ സാവകാശമാവല്ലോ. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് അമ്മ എന്താ വെച്ചിരിക്കുന്നത് ഹെൽത്തി ഫുഡ്. അമ്മ ഇപ്പൊ ഭയങ്കര എന്താ പറയാ, എനിക്ക് ജിമ്മിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് സാധനങ്ങള് കുറച്ചു അല്ലെ. കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി കുറച്ചു. പക്ഷെ ഉണ്ടാക്കുന്നത് ഭയങ്കര കുറെ സാധനങ്ങൾ ഉണ്ടാക്കണ്ട അമ്മയെന്നാണ് പറയണത്. കുറെ കഴിക്കാൻ പാടില്ല, വെറുതെ അതിന്റെ ആവശ്യമില്ല ബേസിക്കലി. വേണ്ട. ആൻഡ് എപ്പോഴും പറയുന്നത് നമ്മുടെ മട്ട അരിയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അരി. വെള്ള ഒരു ഗുണമില്ലാത്ത അരി കഴിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത്. പാപ്പു വാ, വീഡിയോയിൽ നിക്കണ്ടാവാ, വീഡിയോയിൽ നിക്കണ്ടാടി വാടി മോളെ. കുമര കൊച്ചിനെ വീഡിയോയിൽ കാണിക്കരുത് കേട്ടോ. കൊച്ചി പഠിച്ച് ടയേർഡായിട്ടൊക്കെ ഇരിക്കുക. വാ, ഇനി വേണോ ചോറിന്? വേണ്ട. അയ്യോ, അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാം. നിനക്ക് വല്ല ഹെൽത്ത് ടിപ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേ. ഓക്കെ, ഹെൽത്ത് ടിപ്സ് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഹെൽത്തിന് വേണ്ടിയിട്ട് അത് വേണം ഇത് വേണം അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒന്ന് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ട, എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ഉള്ളിലോട്ട് പോകേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് ചെന്നാൽ മതി. ആൻഡ് ദെൻ ചോറ് ഞാൻ ബേസിക്കലി എപ്പോഴും ഒരു 1/4 ക്വാണ്ടിറ്റിയിലാണ് ചോറ് എടുക്കാറ്. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടില് ചോറ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ചോറല്ല ആക്ച്വലി നമ്മൾ തടി വെപ്പിക്കുന്നത്. ചോറിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കറികൾ ഒരുപാട് എണ്ണയും ഒരുപാട് അൺനെസസറി സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കുന്ന കറികളാണ് നമ്മളുടെ ഫാറ്റ് ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായി? പിന്നെ ഞാൻ നോർമലി ഒരുപാട് തോരൻ കഴിക്കുന്ന ആള്. നമ്മുടെ വീട്ടിൽ എന്താണോ തോരൻ ഉണ്ടാകുക എല്ലാവർക്കും ഉണ്ട്. ഇത്ര ഉള്ളൂ ആകെ. അതെന്താ പറയുക, നിന്റെ ആവശ്യത്തിന് എടുത്തോ മോളെ. മതി. കാരണം എന്താന്ന് പറയട്ടെ, ഞാന് ഒരുപാട് ഫുഡ് ഉണ്ടാക്കൂല. ഇപ്പൊ ഇത്രേ ഉണ്ടാക്കിയുണ്ട്, അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീർക്കണം. എന്റെ ഫ്രിഡ്ജില് നിങ്ങളൊന്നും കാണിച്ചു കൊടുത്തടാ. അതല്ല, ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. ഒരു കറി ഉണ്ടാവും. ഇവിടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണതാ. ഒരു സാധനവും ഇല്ല. അമ്മയുടെ ഫ്രിഡ്ജ് കണ്ടാ? നിങ്ങൾ കാണണ്ട. ഓ മൈ ഗോഡ്, ഇതെന്താ അമ്മ? ഞാൻ ഫുഡ് അങ്ങനെ ഒരുപാട് സ്റ്റോർ ചെയ്യുന്നില്ല. ആവശ്യത്തിന് കുറച്ച് എടുക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അത് എന്റെ ഫ്രിഡ്ജൊക്കെ ഒന്ന് കാണും താഴെ. എന്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വർക്ക് സ്പേസിൽ. അവിടെ പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും വരും, ഫുഡ് വാങ്ങും ഒക്കെ ചെയ്യുമ്പോ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഞാന് കുറച്ച് ഫുഡ് ഉണ്ടാക്കുള്ളൂ. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒരു കണ്ടീഷനിലാണ് വെക്കണം. അപ്പൊ അതുകൊണ്ട് കുറെ ഇങ്ങനെ കുത്തി നിറയില്ല. കുറച്ച് ഇപ്പൊ തോരന്നത്തെ കൊണ്ട് ഉച്ചയോടുകൂടി അത് തീർന്നു. വൈകുന്നേരം ഈ ചോറിന്റെ കുറച്ചുണ്ടാവും. അത് ചിലപ്പോ കഞ്ഞിയാക്കും. ചപ്പാത്തി ഇരിപ്പുണ്ട്, അപ്പൊ ഈ കറി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അത് കഴിക്കും. അപ്പൊ ആ കറിയും തീരും. അതാണ് പരിപാടി. നിനക്ക് മുളപ്പിച്ച പയർ വേണോ? അതാണ് ഹൈ പ്രോട്ടീൻ. മുളപ്പിച്ച പയർ ഇരിപ്പുണ്ട്, അത് എടുത്തു വിട്ടേ. പിന്നെ എപ്പോഴും എന്താ പറയാ, നമ്മളുടെ ക്വാണ്ടിറ്റിയില് 1/4 പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ, മുട്ട. ചിക്കനാണ് ഏറ്റവും നല്ല ഇത്. ഇതൊരു ഒഴിച്ചേറിയ പോലെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അഗൈൻ മസാലകൾ വളരെ കുറവാണ് അല്ലേ? മസാലയൊന്നും ഇല്ല. പക്ഷെ എന്നാ ഒഴിച്ചുകറിക്ക് ഒരു ഒഴിച്ചുകറി ഉണ്ട്. ഇറച്ചിയൊന്നും അധികം വേണ്ട. അമ്മ ഇറച്ചി കഴിക്കണേല് തെറ്റില്ല അമ്മ. ഇറച്ചി പ്രോട്ടീനാണ്. ചാറൊഴിക്കും. മതി. നിനക്ക് മുളപ്പിച്ച പയർ വേണമെങ്കിൽ മുളപ്പിച്ച പയറൊക്കെ കുറച്ച് ചില കാര്യങ്ങൾ നമ്മള് ലൈഫില് കുറച്ച് മതി. ഓക്കെ, ഞാനും ഇച്ചിരി എടുക്കട്ടെ. ടേസ്റ്റിനേക്കാളും കുറച്ച് പാപ്പനും കൊടുത്ത കൊച്ചിന് പഠിക്കാനുണ്ട്. കൊച്ചിന് പഠിക്കാതിരുന്ന അപ്പം ജലദോഷം തുടങ്ങും. അപ്പൊ കുറച്ച് സ്പ്രൗട്ട്സ്, ഇതൊക്കെ ഭയങ്കര വെരി വെരി ന്യൂട്രീഷ്യസ് ആണ്. ആൻഡ് പിന്നെ കുറച്ച് തൈര്. ബേസിക്കലി ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് കണ്ടോ. കാർബ്സ് വന്നിട്ടുണ്ട്, പ്രോട്ടീൻ വന്നിട്ടുണ്ട്, ഫൈബർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് തൈര് ഏറ്റവും
നല്ലതാണ്. ഉള്ളിലുള്ള ബാക്ടീരിയാസും അതും ഇതും ഒക്കെ എത്ര അഡിക്റ്റീവ്സ് ആയിട്ട് അറിയില്ല, എന്നാലും പ്രോബയോട്ടിക് ആണ്. അപ്പം ദിസ് ഈസ് എ വെരി ബാലൻസ്ഡ് ഡയറ്റ്. പാപ്പ ചീര കഴിക്കണോട്ടോ, നല്ല കണ്ണിന്. കൊച്ചിന് കാണിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ആണോ? ഓക്കെ, ശരി. അപ്പൊ പാപ്പുവിന്റെ മുടി വളരാനും കണ്ണിന് കാഴ്ച കിട്ടാനൊക്കെ ചീര കഴിക്കണം എന്നാ. അപ്പൊ ദിസ് ഇസ് ഇറ്റ്. ഇന്ന് ഞാൻ ഇനിയൊരു വായ കഴിക്കട്ടെ. ആദ്യമേ ഈ ചിക്കന്റെ ഗ്രേവി മാത്രം. ചിക്കൻ ഫ്ലോപ്പാണ്. ഞാൻ കഴിച്ചു നോക്കിട്ട് പറഞ്ഞു. തേങ്ങാപ്പാലേ ഏയ് നല്ലതാ. കാണാനൊരു ബിരിയാണി ഒരു ഭംഗിയില്ലാന്നുള്ളൂ. പക്ഷെ ഒരു സാധാരണ അമ്മയുടെ കറി കാണാനായിട്ട് ഭയങ്കര ഭംഗി ഉണ്ടാവാറുണ്ട്. ഇതിന് കാണാൻ ഭംഗിയില്ല, പക്ഷെ രുചിയുണ്ട്, നല്ല രുചിയുണ്ട്. ഞാൻ ഒത്തിരി സ്പൈസി അല്ല. പൊന്നു ഇഷ്ടമായ അടിപൊളി. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ ലഞ്ച്. ദാറ്റ്സ് ഓൾ. അടുത്ത ഹെൽത്ത് ടിപ്പുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുമ്പോൾ എന്ത് ഹെൽത്ത് ടിപ്പാണ് പറയണതെന്ന്. ഗൈസ്, പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് ഗൈസ്, വളരെ സ്ട്രോങ് ആണ് ഞാൻ. അപ്പം ഹെൽത്ത് സാലഡ് ഒന്ന് ഇച്ചിരി കഴിച്ചു നോക്കി. പൊന്നിന് കൊടുക്ക്. ആൻഡ് ഐ എം ഞാനിപ്പോ ഒരു പാപ്പു ഇതാടാ ഗട്ട് ഹെൽത്തിന് ഇച്ചിരി വെച്ചാൽ മതി. ഇച്ചിരി കഴിക്കുവാന്. മതി. അപ്പം ഞാനിപ്പോ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയുടെ ബിഗിനിങ് ഫേസിലാണ്. അപ്പോൾ മോസ്റ്റ്ലി ഒരു 2-3-4 months ശേഷം you will see a better toned and trimmed Amrita Suresh version 3.0. ന്യൂ ഇയർ ഒക്കെയാണ് പറയുന്നത്. ക്രിസ്മസ് ഇത് ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ല അമ്മ പറയും. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ലേ ഇപ്പൊ? ചെയ്യണ്ട്. പക്ഷെ ന്യൂ ഇയർ വരണ്ട, ക്രിസ്മസ് വരണ്ട, എന്റെ വെഡിങ് ആനിവേഴ്സറി വന്നിട്ടുണ്ട്. 3 വന്നിരിക്കണം. അതിലാണ് അറിയാം. അത് നമ്മൾ ചെറിയ ലീവ് എടുക്കും, പക്ഷെ നമ്മൾ തിരിച്ചു വരും. ഓക്കെ ഗൈസ്, അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതിനകത്ത് ആക്ച്വലി സ്പീക്കിംഗ് ഹെൽത്തി അല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് അച്ചാറാണ്. ഇത് കുറെ കാലറീസ് ഉണ്ട്, ഓയിൽ ഉണ്ട്. പിന്നെ അച്ചാറ് കഴിയുന്നതും നമ്മൾ കഴിക്കില്ല, പക്ഷെ എന്നാലും അച്ചാർ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടറാണ് നമുക്ക് ഫുഡിന്റെ കൂടെ. അതുകൊണ്ട് അതിങ്ങനെ വെച്ചേക്കണം. ഇപ്പൊ ഞാൻ എടുക്കണില്ല. സോ ദാറ്റ്സ് ഓൾ. കഴിക്കാം. ബൈ. ഹാപ്പി സൺഡേ. ബൈ.